എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓരോരോ വെറൈറ്റീസ് ഞാൻ നോക്കും. അപ്പോൾ ഇന്ന് കർണാടക സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നുള്ളത്, ചിക്കൻ ചുക്ക. അപ്പോൾ അതിന് വേണ്ടത് ഉള്ളി, ഇത് ഒരുപാട് ഉള്ളി കാണുന്നുണ്ട് വിചാരിക്കില്ല. മസാല എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉള്ളി എടുക്കാം. അപ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര സംഭവമാണ് വേണ്ടത്. ഞാൻ അടുപ്പിലാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം 2 കരിയാമ്പല ഇട്ടിട്ട് ഉള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഉള്ളി എണ്ണയിൽ തന്നെ വെന്ത് കിട്ടണം. അതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇടൽ. 1 കിലോ ചിക്കനാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കന് എനിക്ക് അപ്പത്തിനും കൂട്ടി കഴിക്കാം, ചോറിനും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് ഉള്ളി. അപ്പോൾ അതിന് ഫ്രൈ അല്ല, വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇത്ര സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം തക്കാളി 3 തക്കാളി എടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇതിൽ ഫ്രൈ ആവണം. പിന്നെ പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരിയും എരിവില്ലത് മിക്സ് ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഇട്ടാൽ ഗ്രേവി നമുക്ക് വളരെ കുറവാണ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മസാലയൊക്കെ നല്ല മൂപ്പ് കിട്ടും. അതിന് ശേഷം അതിന് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കന് പിന്നെ ഇതിലെല്ലാം വീഡിയോ എനിക്ക് എടുക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അതിന് ചിക്കന് വെന്തതിന് ശേഷം ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ നമ്മളെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്തിട്ട്, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ചിക്കൻ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാനൊരു ഓർമ്മ ഉണ്ടായിന്. അത് ലാസ്റ്റ് കുറച്ച് കറി ബാക്കിയുണ്ടായിട്ട് ഞാൻ നെയ്പ്പത്തിലാക്കിയായിരുന്നു. നെയ്പ്പത്തിലപ്പുറം കഴിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, എന്നാലും ബായ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, എന്നാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ബായ്.